കേന്ദ്ര ബജറ്റിൽ പരിഗണന കിട്ടണമെങ്കിൽ ആദ്യം കേരളം പിന്നാക്കമാണെന്ന് പറയണമെന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ പ്രസ്താവനകളെ പരിഹസിച്ച് മന്ത്രി PM മുഹമ്മദ് റിയാസ്. ജോർജ് കുര്യന് കേരളത്തിലെ BJPയോട് വിരോധമുണ്ടോ എന്ന് സംശയമുണ്ട്. കേരളത്തിൽ BJPയുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണ്. അത് കൂടുതൽ വേഗത്തിലാക്കാനാണ് ജോർജ് കുര്യന്റെ ശ്രമമെന്നും മന്ത്രി റിയാസ് പരിഹസിച്ചു. കേരളം പിന്നോക്കമാണെന്ന് സമ്മതിച്ചാൽ എന്തെങ്കിലും തരാം എന്നാണല്ലോ പറഞ്ഞത്. കേരളം പിന്നോക്കമല്ല മുന്നോക്കാണെന്ന് അവർ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിൻ്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിൻ്റെ മികവാണ്. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ എടുത്തു പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത മികവുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് പറയുന്നു പൊതുജന ആരോഗ്യ സമ്പ്രദായത്തിലെ ഇന്ന പ്രശ്നങ്ങളാണെന്ന്, ഇപ്പുറത്ത് പറയുന്നു അതിൽ നിന്ന് വിഡ്രോ ചെയ്താൽ സഹായം ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു വെക്കാൻ പറയും. അതുകൊണ്ട് ഒന്ന് സമരം തിരഞ്ഞെടുത്ത സ്ഥലം തെറ്റിപ്പോയി, രണ്ട് സമരം ചെയ്യേണ്ടിയിരുന്ന സ്ഥലം തെറ്റിയതുപോലെ തന്നെ ഇവിടെ വളരെ ബോധപൂർവം കേന്ദ്ര സർക്കാർ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തിന് തരേണ്ട ഫണ്ട് തരുന്നില്ല. 678 കോടി രൂപ തരണ്ടേ? അതിനുവേണ്ടി ഇവർ സമരം ചെയ്യട്ടെ. അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യാൻ BJP തയ്യാറുണ്ടോ? UDF എന്തായാലും തയ്യാറല്ല. BJP തയ്യാറുണ്ടോ? ഒന്ന്, അദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി പ്രസ്താവന ഇറക്കുന്നത് BJPയോട് അദ്ദേഹത്തിന് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് എനിക്ക് സംശയം. കേരളത്തിൽ BJP അല്ലെങ്കിൽ തന്നെ പല പ്രയാസവും നേരിടുന്നു. അതിൻ്റെ വളർച്ച ഒന്നും കൂടി പടവലങ്ങ പോലെ താഴോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കരാറെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്.